ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്ത് നമുക്കൊരു ലൈനിങ് ചുരിദാറാണല്ലോ സാധാ ചുരിദാർ കെട്ടിയെടുക്കാം. അപ്പോൾ മെഷർമെൻ്റ് എടുക്കാം. ആദ്യം എടുക്കേണ്ടത് ഇറക്കാം. ഷോൾഡറിനെ വെച്ചിട്ട് ഇറക്കം മതി 46 കേട്ടോ. ഷോൾഡർ പിന്നെ എടുക്കേണ്ടത് നമ്മൾ തുണിയിൽ ഇറക്കം എടുത്തിട്ട് പിന്നെ ഷോൾഡറിൽ കെട്ടി 15 ഷോൾഡർ 15 ഷോൾഡർ എടുക്കുന്നത് ഈ ബോൾ മുതൽ ഈ ബോൾ വരെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചെസ്റ്റ് ചെസ്റ്റ് 44. പിന്നെ ബ്രസ്റ്റിൻ്റെ അളവ് എടുക്കണം കേട്ടോ. 45 ഉണ്ട് കേട്ടോ. 45. പിന്നെ വേസ്റ്റ് ലെന്ത് നോക്കിയിട്ട് അവിടുത്തെ വണ്ണം 45. വേസ്റ്റ് ലെന്ത് 15 അല്ലേ. 15 മതി. 5.5 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് അവിടുത്തെ വണ്ണം 44. സ്ലിറ്റിലാണ് വയ്ക്കുന്നത്. സ്ലിറ്റ് എവിടെ തന്നെ അവിടുത്തെ വണ്ണം എടുക്കണം. എത്ര എടുക്കുന്നത് സാധാരണ സ്ലിറ്റ്? 23. സ്ലിറ്റ് ലെന്ത് 23. അവിടുത്തെ വണ്ണം 45. സ്ലിറ്റിനടുത്ത് വണ്ണം 45. ഫ്രണ്ട് ബാക്ക് നെക്കും എടുക്കണം. കൽപ്പിച്ചിട്ടുള്ള 7. ഫ്രണ്ട് നെക്ക് 7. ബാക്ക് നെക്ക് കസ്റ്റമറിന് അനുസരിച്ച് എടുക്കണം. ഇഞ്ചിട്ടെടുത്ത് പിന്നെന്തുവാ സ്ലീവ് ലെന്ത് 16. 16 സ്ലീവ് റൗണ്ട് അവിടുത്തെ നമ്മൾ 16 വരെ എടുത്ത് അവിടുത്തെ വണ്ണം കേട്ടോ. 11. എത്ര യൂസ് ചെയ്യുന്നത് 11 കേട്ടോ. പിന്നെ ഈ വണ്ണം എടുക്കണം കേട്ടോ. മസിൽ വണ്ണം 15. പിന്നെ ആംകോട്ട് റൗണ്ട് 20. അപ്പോൾ സ്ലീവ് ലെന്ത് 16. വണ്ണം ലെന്ത് വന്നെടുത്ത വണ്ണം 11. മസിൽ വണ്ണം 15. 20 ആംകോട്ട് റൗണ്ട് കേട്ടോ. ഈ അളവ് പ്രകാരം പുതി കട്ട് ചെയ്യാം. ഓക്കെ. നമ്മളെ മെഷർമെൻറ്റ് കേട്ടോ. നമ്മൾ എടുത്ത മെഷർമെൻറ്റിൽ തുണി കട്ട് ചെയ്യാം കേട്ടോ. അപ്പം തുണിയെ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. അല്ലേ ഇതൊക്കെ നമുക്ക് ആണെങ്കിൽ അറിയാമല്ലോ. 4ആയിട്ട് മടക്കിയിട്ട് വേണം മാർക്ക് ചെയ്യാം. ഓക്കെ. എന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് 1 ഇഞ്ചാണ് ആദ്യം മടക്കി തയ്ക്കാനായിട്ട് കൊടുക്കാം കേട്ടോ. നോക്കണം കേട്ടോ. 3 ലെവൽ അല്ലെങ്കിൽ 1 ലെവൽ ചെയ്യാം. പിന്നെ ഒരു 1.5 ഇഞ്ച് അടിമടക്കി തയ്ക്കും. ഈ 1.5 ഇഞ്ച് നമുക്ക് നൽകാം സ്കെയിൽ. ഓക്കെ. ഇത് മനസ്സിലായല്ലോ. ഇതെന്തിനാ അടിമടക്കി തയ്ക്കാം. എന്നിട്ട് അതൊക്കെ ലെവൽ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മാർക്ക് കഴിഞ്ഞതിന് ശേഷം ഉള്ള ഇറക്കം എടുക്കണം. എത്ര ഇറക്കം മടക്കി വെച്ചെടുക്കണം. 46 കണ്ടോ. മുകളിലോട്ട് നമുക്ക് ഇവിടെ നമുക്ക് സ്ലീവ് എടുക്കാതെ മുകളിലോട്ട് പോകാം. നമുക്കിവിടെ 46 എടുത്ത് 1/2 ഇഞ്ച് ഷോൾഡർ ചെയ്യേണ്ടിയായിരിക്കും. ഇത്രയൊക്കെ ആയല്ലോ.
അത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ മെഷർമെൻറ്റ് എടുക്കുന്നത് ഇങ്ങോട്ടാണ്, ലെങ്ത് ഇത്. അപ്പോൾ ഈ കട്ട് പോകാതിരിക്കാനാണ്, സ്ലീവിന് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഓക്കെ. ഇനി ഷോൾഡർ എത്ര? 15 വരുമ്പോൾ 7.5 മാർക്ക് ചെയ്യാം. ഫുൾ ഷോൾഡറിൻ്റെ പകുതി, കിട്ടിയ ഷോൾഡറിൻ്റെ പകുതിയാണ് 7.5. ബാക്ക് നെക്കിൻ്റെ അനുസരിച്ച് ഷോൾഡറിൻ്റെ പിന്നെ നീളം കുറയും. എത്രയായിരുന്നു? 5. ബാക്ക് നെക്ക് 5 അല്ലേ? 5. ഈ 2 ഇഞ്ച് വരെ നമുക്ക് ഈ കിട്ടിയ 2 ഇഞ്ച് വരെ മതിയെങ്കിൽ 2 ഇഞ്ച് ബാക്കിൽ ഇറക്കിയാൽ മതിയെങ്കിൽ 7.5 തന്നെ എടുക്കുക. അതിൽ കൂടുതൽ 5 ഇഞ്ച് ഇല്ലേ? അപ്പോൾ 3 ഇഞ്ചിന് 1 ഇഞ്ചിന് 4 ഇഞ്ച് കുറയ്ക്കണം. അപ്പം 3/4 ഇഞ്ച് കുറയ്ക്കണം കേട്ടോ. അന്നേരം ഈ 7.5 ഫുൾ മാർക്ക് ചെയ്യുന്നതിന് ഇതിന് 3/4 കുറയുമ്പോൾ 6.25 വരെ അല്ലേ? ഓക്കെ, മനസ്സിലായോ? 6.25 കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം കൈക്കുഴി, അതായത് ഞാൻ വരും കൈക്കുഴി വരുന്നിട്ട് കൈയുടെ ആംഹോൾ എന്ന് പറയും. ആംഹോളിൻ്റെ ചെസ്റ്റ് വണ്ണം പോകും. 6.25 അല്ലേ? അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടെ കൂട്ടിട്ട് 7.25 എടുക്കണം കേട്ടോ. അത് നമ്മുടെ ചെസ്റ്റ് വണ്ണത്തിൻ്റെ ഭാഗവും കൈക്കുഴി ഭാഗവും കൂടെ ജോയിൻ ഇവിടെ ആവും. അപ്പോൾ നമുക്കിവിടെ എൽ ഷേപ്പ് ആവും അല്ലേ? ഇവിടെ ആണെന്തോ നമുക്ക് വേണ്ട ചെസ്റ്റ് വണ്ണം വേണ്ട അല്ലേ? ഈ 2 വരയും ഷോൾഡറും കൈക്കുഴിയും ചെസ്റ്റ് ലൈനും കൂടെ ചേർന്ന് വരുമ്പോൾ നമ്മുടെ എൽ ഷേപ്പ് ആവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബോഡി വണ്ണം എത്ര എടുത്തതെന്ന് വെച്ചാൽ അതിന് 4 വലുപ്പമാണ്. എത്ര എടുത്ത്? 45. 11 കറക്റ്റ് അളവാണ്. ലൂസ് വേണ്ടേ? ഒരു 3/4 ഇഞ്ച് കൂടെ കൂട്ടുക, അല്ലെങ്കിൽ 1/2 ഇഞ്ചായാലും മതി. സൈസ് ഉള്ളവർക്ക് 3/4 ഇഞ്ച്, ഇതിന് മുകളിലൊക്കെ ആണെങ്കിൽ 1/2 ഇഞ്ച് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 11.75 എടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇവിടെ നിന്ന് 1.5 ഇഞ്ച് മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യണം? കൈ കുടിച്ച് വെക്കണം അല്ലേ? അപ്പോൾ 7.5 പകുതി 3.25 അല്ല, 7.5 പകുതി 3.25 അല്ലേ? എന്നിട്ട് ഈ 3 ഇവിടുന്ന് കൈക്കുഴി 6.25 എടുത്തിട്ട് 1/2 ഇഞ്ച് കൂടെ കൂട്ടി ഞാൻ 7 എടുത്തില്ലേ കൈക്കുഴി. എന്നിട്ട് ഇതിൻ്റെ ഈ ലെന്തിൻ്റെ പകുതി മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് എത്ര വരിക? 1.5 അല്ലേ? വേണം പറയണം, പഠിച്ചതല്ലേ? 1.5 ഇഞ്ച് കേട്ടോ. മറന്നില്ലെന്ന് അറിയാനാണ്. ഇവിടുന്ന് ലെന്തിൻ്റെ സരിത പറ, ഇതിൻ്റെ ലെങ്തിൻ്റെ പകുതി എടുക്കണം. പകുതി എടുത്തിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ലെങ്തിൻ്റെ പകുതിയിൽ നിന്ന് 1.5 ഇഞ്ചിലേക്ക് മറ്റേ ബ്രസ്റ്റ് വണ്ണത്തിൻ്റെ അങ്ങോട്ട് വരയ്ക്കണം. ഓക്കെ. അപ്പോൾ അതേപോലെ ഷേപ്പ് എടുക്കണം. എന്നിട്ട് ആംഹോൾ റൗണ്ട് എത്ര വന്നേക്കുന്നത്? 20 അല്ലേ? 20 ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ 20ൻ്റെ പകുതി നമ്മളിവിടെ കിട്ടണം. എത്രയാണ് അന്നേരം? 10. പിന്നെ നമ്മുടെ ശരീര ലൂസ് വേണം. നമ്മൾ കറക്റ്റ് വണ്ണമാണ് 10 20 കിട്ടിയത്. അപ്പോൾ ഒരു 21 കിട്ടണം. 21 കിട്ടുമ്പോൾ ഒരു 10 ഇവിടെ കിട്ടണം. ഒരു ഈ 7.25 എന്നുള്ളത് നമുക്കൊരു 7 മതി കൈക്കുഴി കേട്ടോ. അപ്പോൾ ഇത് കൂടിയോണ്ടാണ് ഞാൻ ഇച്ചിരി മുകളിലോട്ട് ടൈറ്റ് ആക്കിയത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഷേപ്പ് എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് കിട്ടുമ്പോൾ ഇതായിരിക്കും. ഇതല്ല ഇത്. അപ്പോൾ എന്താ ഇതിന് മനസ്സിലാക്കിയത്? ആംഹോൾ റൗണ്ടിൻ്റെ അനുസരിച്ചാണ് കൈക്കുഴലിൻ്റെ വന്നത്. അപ്പോൾ ഇച്ചിരി കൂടുതൽ ആംഹോൾ റൗണ്ട് കൂടിയോണ്ടാണ് ഈ ലെന്ത് ഞാൻ ഇച്ചിരി കൂടെ കുറച്ചത്. ഓക്കെ. അപ്പോൾ കൂടുതൽ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ആംഹോൾ റൗണ്ട് എത്ര കിട്ടുന്നത് നമുക്ക് നോക്കണം. അപ്പോൾ ആണെങ്കിൽ 20-ന് 21 നമുക്ക് കിട്ടണം. അപ്പോൾ അതിൻ്റെ 10 ഇവിടെ കൊണ്ടുപോകുന്ന നോക്കണം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയപ്പം 10 കൂടുതലുണ്ടായിരുന്നു, 11 ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഈ ഇച്ചിരി ലെന്ത് കൂടിപ്പോയി. ചെസ്റ്റ് കൈക്കുഴി ചെസ്റ്റ് ഇതുകൂടെ ജോയിൻ ചെയ്യുന്നവർക്ക് കൂടിപ്പോയി. അത് കുറച്ചാണ് ഞാൻ മുകളിലോട്ട് വന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് കറക്റ്റാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് 1.5 ഇഞ്ച് കയറ്റുമ്പോൾ. ഓക്കെ. ഇനി വേസ്റ്റ് ഭാഗത്ത് ലെന്ത് 15 അല്ലേ? വേസ്റ്റ് ലെന്ത് 15. സിൽക്കിൻ്റെ ലെന്ത് എത്ര? 23. സ്ലിറ്റ് ലെന്ത് 23. ഈ 2 ലൈനും കൂടെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒറ്റയടിക്ക് തന്നെ മാർക്ക് ചെയ്യാം.
ശിലാമ്മ 23 എടുക്കണോ സ്ലിറ്റ്? സ്ലിറ്റിൻ്റെ ലെന്ത് കുട്ടിക്ക് 23. 23 എടുക്കണം. ഹൈറ്റിനനുസരിച്ച്. പിന്നെ അവർക്ക് ഓപ്പൺ കൂടുതലുള്ള പിടുത്തം വരും, ബാക്ക് കൂടുതൽ കിട്ടണം. നിങ്ങൾക്കൊക്കെ 21. ആ 21. ഹൈറ്റ് കുറവാണ് അങ്ങനെ. ഇപ്പം നമ്മൾ ചെസ്റ്റ് വണ്ണവും കൊണ്ട് വേസ്റ്റ് ഭാഗത്ത് ലെന്ത് കണ്ട് സ്ലിറ്റ് ഭാഗത്ത് ലെന്ത് കണ്ട് അടുത്ത 3 ലൈൻ ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗത്തെ പണം വേണം. നമുക്ക് 2 കൂടെ കണ്ടുപിടിച്ചാൽ മതി. അടുത്ത പണം എത്ര? 40. അപ്പോൾ എത്ര? 11 അല്ലേ? 11 പ്ലസ് 3/4, 11 3/4 അല്ലേ? ഓക്കെ, എല്ലായിടും ഒരേപോലെ. 3/4 ഇഞ്ച് തുമ്പ്. ലൂസ് തുമ്പല്ല, ലൂസ്. ലൂസ് കയറി പോട്ടെ. ആ ആ അത് കഴിഞ്ഞിട്ട് 45 ആണോ? ആ, ഹിപ്പിൻ്റെ ഭാഗത്ത് വലിയ ഹിപ്പും അതിൻ്റെ പകുതി എത്ര? അതിൻ്റെ 4 ഭാഗം എത്ര? 11. ഓരോ സംഖ്യ ഇട്ടിട്ട് അതിൻ്റെ 4-1 പകുതി കണക്കാണ് കേട്ടോ. 20-ൻ്റെ 4-1, 30-ന്, പിന്നെ അങ്ങനെ 20-ൻ്റെ 4 എത്ര? 18. 10. 20-ൻ്റെ 4 10 അല്ല, ആ പകുതിയായുള്ള 5. 4-1 5. 4-1 ഇങ്ങനെ വൈകിട്ട് കാണും. പിന്നെ അതിനകത്ത് 23-ൻ്റെ 4 ഇങ്ങനെയൊക്കെ ഓരോ പെട്ടെന്ന് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പം 45-ൻ്റെ 4-1 എത്ര? 3/4. ഓ 11/3 കേട്ടോ. പെട്ടെന്ന് മനസ്സിലാക്കണം. കാൽക്കുലേഷൻ ഇട്ടെടുത്ത് അല്ലെങ്കിൽ നോക്കിയാൽ മതി, അടിച്ച് നോക്കിയാൽ മതി. അല്ലെങ്കിൽ അതിന് ചെയ്ത് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ 1 ഇഞ്ച് തയ്യക്കുമ്പോൾ ഇപ്പിനും 11/3 എടുത്തു. 11/3 എടുത്തിട്ട് അവിടെ ലൂസ് വേണ്ട. ഞാനത് 11/3 12 എടുത്തു കേട്ടോ. അപ്പോഴവിടെ 1 ഇഞ്ചാണ് ആ ലൂസ് ഇടേണ്ടത് സ്ലിറ്റിൻ്റെ അവിടെ. ശരീര ലൂസ് അത് തന്നെ, സ്ലിറ്റിൻ്റെ അവിടെ ശരീര ലൂസ് 1 ഇഞ്ച്. 1 ഇഞ്ച് 1 ഇഞ്ച് വരത്തില്ല, 2 ഇഞ്ച് വരുള്ളൂ. 2. 45 അല്ലേ? 45-ൻ്റെ 4-1 ഭാഗമാണ് 11/3. 11/3 പിന്നെ 2 ഇഞ്ച് വരുമ്പോൾ അതിൻ്റെ 1/2 ഇഞ്ച് വരുള്ളൂ. ഓക്കെ, മൊത്തത്തിൽ 2 ഇഞ്ച് കൂട്ടിയിട്ട് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ എല്ലാം കൂടെ കൂടി കിടക്കും. 2 ഇഞ്ച് വരുമ്പോൾ 1/2 ഇഞ്ച് എടുക്കുക. 2 ഇഞ്ച് 4 ഭാഗം 1/2 ഇഞ്ച്. മനസ്സിലായോ? മനസ്സിലായി. അത്ര എടുത്തു. ഈ പറഞ്ഞ ഈ കിട്ടിയ അളവിനേക്കാൾ 1 ഇഞ്ച് കൂടെ ഇങ്ങോട്ട് അടിയിൽ എടുക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഒത്തിരി കൂടെ വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായോ? വീട്ടിൽ പറയണോ? ചെസ്റ്റ് വണ്ണും വേസ്റ്റ് വണ്ണും ഹിപ്പും അല്ലേ, ഹിപ്പും വേസ്റ്റ് വണ്ണും. ഇനി സ്ലിറ്റ് ഭാഗത്തെ വണ്ണും ഈ ബോട്ടം വണ്ണും കൂടെ കേട്ടോ. ഓക്കെ, ഇവിടെ 1 ഇഞ്ച് തയ്യത്തും വിടാവും. ഇങ്ങോട്ട് 1 ഇഞ്ച് വരാവും കേട്ടോ. ഇവിടെ 1.25, ഇവിടെ 1.5. ഓക്കെ, അപ്പോൾ 1.5, 1.25, 1 ഇങ്ങനെ മേളിൽ നിന്ന് കൂടി കൂടി താഴേക്ക്. 1.5 കുഴപ്പമില്ല. ഇവിടെ 1.5 കൂടുതൽ വരാതിരിക്കും, ചുളിയും കിടക്കും. 1.5 ഇട്ടാലും 1 ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ 1.5, 1.25, 1 കേട്ടോ. ഓക്കെ, ഒരു മനസ്സിലായോ? നെക്കും കൂടെ ഉണ്ട്. ക്യാൻവാസ് ഉണ്ടോ? നോക്കി. ക്യാൻവാസ് നെക്ക് അകലം 2.3, നെക്ക് അകലം 2.3 എടുത്തു. നെക്കിലെന്ത് എത്ര? 6, 7. ഫ്രണ്ട് 7. അവിടെ ഏത് നെക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അതങ്ങ് കട്ട് ചെയ്യാം. സ്ക്വയർ ആണെങ്കിൽ ഇങ്ങനെ പോവാം, യു ആണെങ്കിൽ ഇങ്ങനെ പോവാം. ഞാനിൻ്റെ ആളിലെ നെക്കാണ് കട്ടുന്നത് കണ്ടോ. ഇലയുടെ തുമ്പ് ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ബാക്ക് 5 അല്ലേ? കട്ട് ചെയ്യട്ടെ. ഇനി ഞാനിത് കട്ട് ചെയ്യുള്ളൂ. അടുത്ത പ്രാവശ്യം നെക്ക് ആദ്യം കട്ട് ചെയ്യാം കേട്ടോ. കണ്ടോ?
ഇവിടെ നമുക്ക് 5 ഇഞ്ചാണ് കേട്ടോ. ഇത് രണ്ട് നമുക്ക് ആവശ്യമുണ്ട്. ഇത് വെച്ചാണ് തുണിയിൽ കട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ഷോൾഡർ ഷേപ്പ് ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ അരേഞ്ചുകൾ ഇങ്ങനത്തെ ഷേപ്പുണ്ട് കേട്ടോ. നമുക്ക് കൈക്കുഴി കുടിച്ചു വിട്ടാം അല്ലേ. അത് കഴിഞ്ഞ് നമ്മളെ ഇവിടെ ഞാൻ പറഞ്ഞ ഇവിടെ ഞാൻ കണ്ട ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പകുതി വെച്ചിട്ട് ഇതേപോലെ ഷേപ്പ് കാണും. ഇല്ലാന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച് മുകളിലാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഫ്രണ്ട് ഭാഗം അരയിഞ്ച് കുഴിച്ചു വെട്ടാം കേട്ടോ. ഫ്രണ്ട് മാത്രം എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ 1.5 എന്നുള്ളത് 1 എടുത്താൽ എന്നിട്ട് ഇവിടെ നിന്ന് പോയിന്റ് ഇട്ട് പോകണം കണ്ടോ. നമുക്ക് ഈ സെൻറ്റർ ഭാഗത്താണ് അരേഞ്ച് കളയേണ്ടത് കേട്ടോ. ഡ്രസ്സിൻ്റെ ആ സെൻറ്റർ ഭാഗമല്ലേ, അവിടെയാണ് അരേഞ്ച് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രണ്ടാണെന്ന് അറിയാം. പെട്ടെന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ ഒരു കട്ട് കൊടുക്കാം. നെക്കിൻ്റെ നോക്കുമ്പോൾ അറിയാം. ലൈനിങ് വെട്ടണമെങ്കിൽ നമ്മൾ ഇത് തന്നെ വെച്ചിട്ട് ലൈനിങ് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടേ പറ? സ്ലീവ് എടുക്കുമ്പോൾ ഷോൾഡർ എത്ര എടുത്തു അതിനേക്കാളും ഒരു 3 ഇഞ്ച് കൂട്ടി എടുക്കാം. ഷോൾഡർ എത്ര എടുത്തേ? 7.5 പകുതി 7.5 മാർക്ക് ചെയ്യാം. 3 ഇഞ്ച് കൂട്ടി. എന്നിട്ട് ലെന്ത് നമുക്ക് ഇതേപ്പോൾ ഉള്ളത് കിട്ടുള്ളൂ കേട്ടോ. 15 അങ്ങോട്ട് ഉണ്ട്. 15 കറക്റ്റ് ഉണ്ട്. എന്നിട്ട് ഇവിടെ നിന്നൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 3.5 വേണോ അല്ലയോ? 3.5 4 വരും ചിലർക്ക്. വണ്ണമുള്ളവർക്ക് 4 വരും കേട്ടോ. ഞാനത് 3.5 എന്നെങ്കിലും 4 വെച്ചു. നോക്കട്ടെ കേട്ടോ. 4 വെച്ചു. പിന്നെ സ്ലീവ് റൗണ്ട് 11 അപ്പോൾ 5.5 അല്ലേ? 5.5 മാർക്ക് ചെയ്ത് എന്നിട്ട് ഇങ്ങനെ ഇനി ഇവിടുന്ന് നമുക്കൊരു 2 ഇഞ്ച് ഇങ്ങനെ പോകാം. കുളിച്ചോട്ട് അറിയാമോ? ഇവിടുന്ന് 2 ഇഞ്ച് വരെ നേരെ വെട്ടിയിട്ട് നമുക്കിനി ഇങ്ങോട്ട് പോകണം. ഇങ്ങനെ അല്ല, ഒന്ന് ഡോട്ട് ഇട്ടിട്ട് പോയാൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് ഇവിടുന്ന് സ്ട്രൈറ്റ് 2 ഇഞ്ച് അത് നമ്മളിങ്ങനെ വെട്ടി പോലെ. അപ്പം ഇല്ലയെന്നുണ്ടെങ്കിൽ ആ 2 ഇഞ്ച് വരെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ലൈൻ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ കാണും. ഇതിൻ്റെ കൂടെ സെൻറ്റർ കാണും. എന്നിട്ട് 1/2 ഇഞ്ച് മുകളിലോട്ട് എടുത്തിട്ട് ആ 1/2 ഇഞ്ചിൽ കൊണ്ടുവരണം. ഷേപ്പായിട്ട് വരും. 1/2 ഇഞ്ച് മുകളിലോട്ടാണ് എടുക്കേണ്ടത്. ഫ്രണ്ട് പിടിച്ച് വെട്ടുമ്പോൾ ഈ 1/2 ഇഞ്ച് താഴോട്ട് എടുക്കുക. ഒരു സൈഡ് ഓക്കെ. ഷേപ്പിന് വെട്ടാൻ 1/2 ഇഞ്ച് മുകളിലോട്ടും ഫ്രണ്ട് കുഴിച്ചു വെട്ടാൻ 1/2 ഇഞ്ച് താഴേക്കും. അപ്പോഴേ നമ്മൾ ഫ്രണ്ട് കുഴിച്ച് വെട്ടി 1/2 ഇഞ്ച് കൈ വെട്ടുമ്പോൾ കേട്ടോ. പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫ്രണ്ട് കുഴിച്ച് വെട്ടിയിട്ടേ ഈ നമ്മളെങ്ങനെ തിരിച്ചറിയത് ഫ്രണ്ടും ബാക്കും ആണെന്ന്? അത് ഇവിടെ ചെയ്യാൻ പോകുന്നുള്ളൂ. സെൻറ്റർ മാർക്ക് നമ്മുടെ ഷോൾഡറിൻ്റെ ജോയിൻറ്റ് രണ്ടായിട്ട് ഇങ്ങനെ നിവർത്തിയത് കണ്ടോ. ഇവിടുന്ന് 1/2 ഇഞ്ച് 1/2 ഇഞ്ച് കുറച്ച് വെട്ടി അങ്ങോട്ട് ഞാൻ ടച്ച് ചെയ്ത് പോകുന്നുള്ളൂ കണ്ടോ. അവിടെ ഫ്രണ്ടാണെന്ന് മാർക്ക് ചെയ്ത് എന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ട് വശത്ത് വേണം
ബോഡിയുടെ ഫ്രണ്ടിൽ വേണം ഷോൾഡർ ഇങ്ങനെ വരാം. ഫ്രണ്ട് വശം കൂടാതെ ഇങ്ങനെ വെച്ചിരിക്കണം. അല്ല അപ്പോഴേ നമ്മൾ തയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ വരുമോ? വരണം, നോക്കി ചെയ്യണം. എന്നിട്ട് നമ്മൾ ബോഡി പാർട്ട് വെട്ടിയല്ലോ. അതെ, ഇത് ഫ്രണ്ട് ഭാഗമല്ലേ. അപ്പം കട്ട് ചെയ്യുമ്പോൾ നോക്കണം, ഈ നോട്ടിട്ടേക്കുന്നത് ഇങ്ങോട്ട് വരണം. അപ്പോൾ ഇതിനെ ഇങ്ങനെ മറിച്ചിടുമ്പോൾ ഇങ്ങനെ വരും അല്ലേ. ഇത് ഫ്രണ്ടല്ലേ. നമ്മൾ തുണിയെടുത്ത് ഇടുമ്പോൾ നമുക്ക് കുഴിച്ച് വെട്ടുന്ന ഇത് ഫ്രണ്ടാണല്ലോ, കാണുമ്പോൾ മനസ്സിലാവും. ഇത് ഫ്രണ്ടാണെന്ന് മനസ്സിലായല്ലേ. ഇതിന് ഷോൾഡറിൻ്റെ ജോയിൻ്റ് കൂടെ ഇതിൻ്റെ ഫ്രണ്ട് കൂടെ കണ്ടോ, ഞാൻ ഡോട്ട് ഇട്ടിട്ടുണ്ടല്ലോ. ഇവിടെ ജോയിൻ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ചൂടുണ്ടല്ലോ, വരുമ്പോൾ കറക്റ്റാണ് കേട്ടോ. ഇങ്ങനെ വേണം ചെയ്യാം. ഓക്കെ, നമുക്ക് ആലുകളുടെ ആ ഷേപ്പ് തന്നെ കട്ട് ചെയ്യാം. കറിക്കണം കണ്ടോ, ഇച്ചിരി കൂടെ നേരെ കണ്ടോ. ഇവിടെ നമുക്ക് ഒരു 1.5 ഇഞ്ച് രീതിയിൽ എല്ലാ സൈഡും എന്നിട്ട് കൂടെ മടക്കി അടിച്ചിട്ടാണ് കഴുത്തിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ക്യാൻവാസ് എല്ലാത്തിനും തുണിയിൽ വെട്ടുമ്പോൾ ഇങ്ങനെയാണ്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിച്ചോണം കേട്ടോ. ഇത് ജോയിൻ ചെയ്യണം കേട്ടോ. ഇത് നമുക്ക് ജോയിൻ ചെയ്തിട്ട് നെറ്റിൽ വെച്ച് പിടിപ്പിക്കണം കേട്ടോ. ഇതിനൊക്കെ കട്ടി കുറവ് തുണി ക്യാൻവാസിൽ തന്നെ വെക്കണം. ടൈലയുടെ ഷേപ്പ് ഉണ്ടോ? അവിടെ കുത്തി നിർത്തിയിട്ട് വേണം മറിച്ചെടുക്കാൻ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ബാക്കിലേക്ക് വെക്കണം അല്ലേ. ഇവിടെ ജോയിൻ ഇല്ലെന്നുണ്ടെങ്കിൽ ചേർത്ത് വെച്ചാൽ കേട്ടോ. രീതിയിൽ ക്യാൻവാസ് ആകുമ്പോൾ 1.5 ഇഞ്ചോ 3/4 ഇഞ്ചോ മതി കേട്ടോ ക്യാൻവാസിൻ്റെ വീതി. ഇനി നമ്മളിവിടെ അരികൊക്കെ അടിച്ച് ഇവിടെ അടിച്ച് കുറയുമല്ലോ, അതിനാണ് ഞാൻ അത് 1 ആവും. ഓക്കെ, നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാം ചെയ്ത് നോക്കാം.